നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അജൻ. ഞാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. സ്നേക്ക് ബൈറ്റ് പ്രോഗ്രാമിൻ്റെ ആരോഗ്യവകുപ്പിലെ നോഡൽ ഓഫീസറാണ്. ന്യൂറോടോക്സിക് ആയിട്ടുള്ള എൻവെനമേഷനിൽ അല്ലെങ്കിൽ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വിഷം ഉള്ള പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ രോഗലക്ഷണങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു ന്യൂമോണിക് പോലെയുണ്ട്. 5 Ds and 2 Ps ആണ് നോക്കാറുള്ളത്. അതിൽ ഡിസ്നിയ അല്ലെങ്കിൽ ശ്വാസ തടസ്സം ഉണ്ടോ എന്നുള്ളത്, ഡിസ്ഫോണിയ അല്ലെങ്കിൽ നമ്മുടെ ശബ്ദം മാറുന്നുണ്ടോ അല്ലെങ്കിൽ കണ്ട ശബ്ദത്തിൽ മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത്, ഡിസാർത്രിയ നമ്മുടെ സംസാരത്തിൽ തടസ്സം അല്ലെങ്കിൽ വാക്കുകൾ വ്യക്തമല്ലാതിരിക്കുക എന്നുള്ളൊരവസ്ഥ, ഡിപ്ലോപ്പിയ പ്രത്യേകിച്ചും നമ്മൾ രണ്ടായി കാണുക, ഡബിൾ വിഷനായിട്ട് കാണുക, ഡിസ്ഫേജിയ അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ഇറക്കുന്നതിൽ വെള്ളം ഇറക്കുന്നതിലൊക്കെ ബുദ്ധിമുട്ട് വരിക, അതോടൊപ്പം തന്നെ ടോസിസ് ആൻഡ് പാരാലിസിസ് 2 Psഉം കൂടെ. ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ സാധാരണഗതിയിൽ ന്യൂറോടോക്സിക് വിഷം ആണ് ഏറ്റിട്ടുള്ളതെന്ന് സംശയിക്കുക. പാമ്പ് കടിച്ച് ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് അവരെ ഇമ്മൊബിലൈസ് ചെയ്ത് കഴിവതും അനക്കാതെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ അതിന് ഒരു ആംബുലൻസ് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ആംബുലൻസ് നമ്മുടെ ആശുപത്രികളിൽ നിന്നോ അല്ലെങ്കിൽ 108 വിളിച്ചു കഴിഞ്ഞാൽ 108 ആംബുലൻസോ നമുക്ക് കിട്ടും. ഏറ്റവും കഴിവതും ഒരു വാഹനം ലഭ്യമാക്കി അവരെ ആശുപത്രിയിലേക്ക്, ചികിത്സ ലഭ്യമായ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രധാനം.